ഏത് ക്യാരക്ടറും ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏത് വേഷവും ചാലഞ്ചിങ് ആയിരിക്കട്ടെ. ജഗതി ശ്രീകുമാർ ഒരുപാട് കള്ളന്മാരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കള്ളനും വ്യത്യസ്തരാണ്. അവരുടെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റണം. ഒരാൾ ആദ്യമായിട്ട് നീ ഡയലോഗ് പറയാ ഡയലോഗ് അവന് കൊടുക്കേ. ഡയലോഗ് പറഞ്ഞു തെറ്റിയാൽ ആരാണ് അവനെ കൊണ്ടുവന്നേ, അപ്പൊ ആരാണ് അവനെ കൊണ്ടുവന്നത്, അങ്ങനെ സെറ്റ് മുഴുവൻ അതിങ്ങനെ അലയടിക്കും. എന്താ ചെയ്യുന്നത് എന്താ ഇഷ്ടം. നടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സെറ്റിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം അയാളുടെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നതാണ്. സിനിമയിൽ നിന്ന് എങ്ങനെ ഒരാളെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ്. ഒന്നും അറിഞ്ഞുകൂടാതെയും പൊട്ടത്തരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ പണത്തിൻ്റെ സ്വാധീനത്തിലൊക്കെ പലരും ചോദിക്കും അതിൽ, അയ്യോ നീ ഇപ്പോഴും നാടക സിനിമയൊക്കെ കളിച്ച് നടക്കുക. കാരണം അപ്പം പോയി ചോദിക്കുക, എടാ എൻ്റെ കൂടെ പഠിച്ച മറ്റവൻ ഗസറ്റഡ് റാങ്കിലെത്തി. അതേപോലെയാണ് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം എനിക്ക് സിനിമയൊന്നും ഇല്ല. കുറേ സിനിമ കുറഞ്ഞു കേട്ടോ. എല്ലാ സിനിമ കാണുന്ന സംവിധായകർ നമ്മൾ വിളിക്കും. അങ്ങനെ നമുക്ക് സിനിമ കൂടുതൽ കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ. ഈ ജിബ്രിഷ് എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ സംസാരിക്കും എന്നുള്ളത് പറഞ്ഞല്ലോ, അപ്പൊ അതിന് മ്യൂസിക് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പറയുമോ? അങ്ങനെ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് എന്താ പറയുക, വലിയൊരു മ്യൂസിക് ഒന്നുമില്ല. ഒരുത്തനിങ്ങനെ അടിക്കും, വേറുള്ള ഒരുത്തനൊരു ഇത് വെക്കുമ്പോൾ ഇങ്ങനെ പാടും. നീരാനാലോ ഇതോ ബാനിസാന തേരക മഹുലോ മഹുലോലി ബീച്ചാതാനോ ബാരാബല സാനി 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 അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹരാണത്. നമ്മൾക്ക് ഒരു ക്യാമ്പൊക്കെ വരുമ്പോൾ നമ്മള് തിയേറ്റർ ക്യാമ്പിലൊക്കെ അങ്ങനെ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റിയ ചില സാധനങ്ങളാണ്, നമ്പറുകളാണ്. അട്രാക്ട് ആവും, പാടിപ്പിക്കൂ. ഓരോട് തന്നെ അവരെ വെച്ചിട്ട് തന്നെ ഇതേപോലെ മ്യൂസിക് ഉണ്ടാക്കും. അങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ ഇവിടുന്ന് ഒരുത്തം തുടങ്ങും, മറ്റവൻ ഏറ്റെടുത്ത് ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു പാട്ടുണ്ടാവും. രസമുള്ള സംഭവം അതൊക്കെ പിന്നെ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ചില നമ്പറുകൾ. ഇപ്പൊ പോലീസ് വേഷങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാരും ഒരു പ്രേക്ഷകർ വിചാരിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇഷ്ടമാണോ അങ്ങനത്തെ പോലീസ് ആയിട്ട് വേഷങ്ങൾ കിട്ടാനുള്ളത്? ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടറും ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പം ഇഷ്ടം പോലെ പോലീസ് ചെയ്തു എന്ന് പറഞ്ഞാലും ഓരോ പോലീസ് അവിടെയാണ് ഞാൻ മലയാളത്തിലൊരു ഗ്രേറ്റ് ആർട്ടിസ്റ്റിനെ എനിക്ക് ഇപ്പോഴും അദ്ദേഹം ഒരു എന്താ പറയുക അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ജഗതി ശ്രീകുമാർ ഒരുപാട് കള്ളന്മാരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കള്ളനും വ്യത്യസ്തനാണ്. അവരുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നുള്ള. അപ്പം ചിലർ പറയില്ലേ ഞങ്ങളെന്താ പോലീസ് വേഷം തന്നെ ചെയ്യുന്നത്. പക്ഷെ ഓരോ പോലീസ് വേഷം വ്യത്യസ്തമാക്കാൻ ശ്രമിക്കണം. അവിടെയാണ് ഇപ്പോൾ ചിലർ സിനിമയിലുള്ള ഏറ്റവും വലിയ ശാപം എന്താണെന്ന് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏത് വേഷവും ചാലഞ്ചിങ് ആയിരിക്കണ്ടേ. ഒരു ദുഃഖ ഗാമുകൻ മാത്രമായി ചെയ്യുമ്പോൾ അതുമല്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ അദ്ദേഹം ഒരു ക്രൂരനായിട്ട് ചെയ്യാൻ പറ്റണം. അതാണല്ലേ ആക്ടിങ്. അപ്പോൾ ഓരോ ക്യാരക്ടറും വ്യത്യസ്ത, അത് നടക്കുക എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഒരു വലിയ പ്രശ്നം. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സെറ്റിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം അയാളുടെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന ഒരു സെറ്റിലാണെങ്കിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തോന്നുന്നൊരു സംഭവം എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സെറ്റിൽ ഒരാൾ ആദ്യമായിട്ട് നീ ഡയലോഗ് പറയാ ഡയലോഗ് അവന് കൊടുക്കേ. ഡയലോഗ് പറഞ്ഞു തെറ്റിയാൽ അപ്പോഴേ സംവിധാനം ചെയ്തു 4 ടേക്കൊക്കെ ഒരു പോട്ടാ. 5ാമത്തെ ടേക്ക് 6ാമത്തെ ടേക്കൊക്കെ ആരാണ് അവനെ കൊണ്ടുവന്നേ, അപ്പോഴേക്കും മറ്റേ ആരാണ് അവനെ കൊണ്ടുവന്നത്. അങ്ങനെ സെറ്റ് മുഴുവൻ അതിങ്ങനെ അലയടിക്കും. എന്താ ചെയ്യുന്നത് എന്താ ഇഷ്ടം എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ചോദിച്ചു അവസാനം അവൻ സാഷ്ടാംഗം സുല്ലിടുവൻ. പിന്നെ അങ്ങോട്ടില്ല എന്ന് പറയുന്നത്.
പക്ഷെ നേരെ മറിച്ച് തെറ്റിയാൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന കുറേ ഡയറക്ടേഴ്സ് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ തോന്നുന്നൊരു സംവിധായകൻ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യനന്ദിക്കാട്. സത്യം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്ക് ഇങ്ങനെ ചെയ്താൽ അത് അങ്ങനെ, നീ നാടകം കളിക്കുന്ന, കാരണം നാടകത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരൊറ്റതേ ഉള്ളൂ, ഒരൊറ്റ ആംഗിളിൽ നമ്മൾ നാടകം കളിക്കും അല്ലേ, ഫ്രണ്ടിലേക്ക് മാത്രം. ഒരു പ്രൊഫൈൽ പോലും മിക്കപ്പോഴൊക്കെ വരുള്ളൂ. നമ്മൾ പ്രേക്ഷകനെ, മുന്നിലുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നേരെ മറിച്ച് സിനിമ അങ്ങനെയല്ലല്ലോ. ക്യാമറ ഏത് ഭാഗത്ത് വെച്ചാൽ അതാണല്ലോ ഒരേ ഷോട്ട് തന്നെ ഡിഫറെൻ്റ് ആംഗിൾ വെച്ച് എടുക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി വരണമെങ്കിൽ ആ തുടക്കക്കാരന് ഒരു പക്ഷേ അത് മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ അയാളെ, ഇത് എത്ര എങ്ങനെയാണ് സിനിമയിൽ നിന്ന് എങ്ങനെ ഒരാളെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ് ചിന്ത. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയും കൂടെയാണ്, അങ്ങനെ ഇൻഡസ്ട്രിയാണത്. ഇതെന്നല്ല എല്ലാ ഒരുവിധ ഇൻഡസ്ട്രിയൊക്കെ അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഗ്ലാമറുണ്ട്, ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ലോകമാണ്. ചിലരൊന്നും അറിയാതെ അഭിനയിക്കുന്ന, ഒന്നും അറിഞ്ഞുകൂടാതെയും പൊട്ടത്തരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ പണത്തിൻ്റെ സ്വാധീനത്തിലൊക്കെ പക്ഷേ ഏതൊരു റോളും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാൻ പറ്റണം എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് ഈ നാടകം പഠിച്ചിട്ട് നമുക്ക് മനസ്സിലായത്. ദർ ഇസ് നോ സ്മോൾ റോൾസ്, ഓൺലി സ്മോൾ ആക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ചെറിയൊരു വേഷമല്ലേ സാർ, അതല്ല, ആ ഒരു വേഷത്തിനും അതിൻ്റെതായ പ്രാധാന്യം. സിനിമയിൽ അങ്ങനെ വരുന്ന ഒരാൾ, ഒരു ചെറിയൊരു സംഭവം, ഒരു പോസ്റ്റ്മാൻ ആണെങ്കിലും ആ പോസ്റ്റ്മാൻ വരുന്നതും അയാൾ ചെയ്യുന്ന കാര്യത്തിനും അതിൻ്റെതായിട്ടൊരു പ്രാധാന്യമുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ ആ സിനിമയുടെ മൊത്തം ഗതി നിയന്ത്രിക്കുക. അപ്പോൾ പലരും അങ്ങനെയാണ് പറയുക, ഒരു ഡയലോഗും ഇല്ല, ഇഷ്ടം എന്താ ഇഷ്ടം, ചെറിയൊരു പക്ഷെ ഡയലോഗ് പറയുന്നതിലല്ലോ, അതിലപ്പുറത്തേക്കും കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല ഡയലോഗ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം ആളുകൾ. സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അയ്യോ, അങ്ങനെ ഒരിക്കലും ഹരിഹരൻ സാർ എഴുതിയിട്ടുണ്ട്. ഹരിഹരൻ സാറ് കെ.എസ്. സേതുമാധവൻ്റെ ഏതോ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നൈയിൽ പോയിട്ട് നാട്ടിലൊക്കെ അഭിനയിച്ചൊക്കെ വന്ന് നാട്ടിലെല്ലാവരെയും പറഞ്ഞു, ഓ ഞാനങ്ങനെ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ എല്ലാവരും സിനിമയൊക്കെ കാണാൻ പോയി. ഹാഫ് ടൈം വരെ വന്നില്ല, ഓ ഹാഫ് ടൈമിന് ശേഷമായിരിക്കും വിചാരിച്ചു. ഹാഫ് ടൈമിന് ശേഷവും വന്നില്ല. അപ്പോഴാണ് ഹരിഹരൻ സാറിന് മനസ്സിലായത് കത്രിക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്നുള്ളത്. അത് ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരിതാണ്. പിന്നെ നമുക്ക് ഒരു ലിഫ്റ്റർ വേണം എന്നുള്ളതാണ് സിനിമയിലൊക്കെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം കുറച്ചുകൂടി മാറി. ഇപ്പം റീൽസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറെ കൂടി ഒരു അങ്ങനെയുള്ള സാധനങ്ങൾ, കുറച്ചുകൂടി പെർഫോമേഴ്സ് എന്നുള്ള സംഭവത്തിൽ വന്നു തുടങ്ങി. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ലിഫ്റ്റ് തന്നത് തീർച്ചയായിട്ടും മിസ്റ്റർ രഞ്ജിത്ത് എന്ന സംവിധായകനാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഞാൻ നിൽക്കൂല. എപ്പോഴെങ്കിലും വാവന് സംക്രാന്തിക്ക് ഒരു സിനിമയൊക്കെ ചെയ്ത് ആരെങ്കിലും വിളിച്ചാൽ അല്ലാതെ. പക്ഷെ അത് എൻ്റെ ഒരു ഇതിൽ ആ ഒരു വെള്ളി വെളിച്ചത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കുറേ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി, കുറേ നല്ല സംവിധായകരെ പരിചയപ്പെടാൻ പറ്റി, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായി. അതിനൊക്കെ ഒരു നിമിത്തമായത് അദ്ദേഹമാണ്. രഞ്ജിത്ത് സാർ ഇപ്പോൾ റിയൽ ലൈഫിൽ പോലീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? പോലീസ് എനിക്ക് ഭയങ്കര ഒരു ആവേശമുള്ള സംഭവമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ നമ്മൾ കള്ളൻ പോലീസും കളിക്കുമ്പോൾ ആയാലും അല്ലെങ്കിൽ ഒക്കെ നാടകത്തിലൊക്കെ 1-2 നാടകത്തിലൊക്കെ പോലീസായിട്ടുണ്ട്. ഞാൻ കുറേ 3 പ്രാവശ്യം റിസർവ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടറെ PSC പരീക്ഷ എഴുതിയിട്ടുണ്ട്. 3ലും ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടില്ല SP വരെ ആവുന്നുള്ളത്. ഒരു സിനിമയിൽ ഞാൻ SP ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ പലരും ചോദിക്കും ഇതിൽ, അയ്യോ നീ ഇപ്പോഴും നാടകം സിനിമയൊക്കെ കളിച്ച് നടക്കുക. കാരണം അപ്പം പോയി ചോദിക്കുക, എടാ എൻ്റെ കൂടെ പഠിച്ച മറ്റവൻ ഗസറ്റഡ് റാങ്കിലെത്തി. അപ്പം ഞാൻ പറയും അവരോട്, അയാളെന്നും ഒരേ പണിയല്ലേ ചെയ്യുന്നത്, ഫയൽ നോക്കുക, അതല്ലേ ഉള്ളൂ. ഞാൻ അയാളുടെ അപ്പാപ്പനാവും, മന്ത്രിയാവും ഞാൻ, അല്ലെങ്കിൽ ഞാൻ DGP ആവും, വക്കീലാവും, ജഡ്ജിയാവും, ഡോക്ടറാവും. എന്താ MBBS പഠിച്ചിട്ട് നമ്മൾ ഡോക്ടറാകുന്നത്? അതാണ് ഞാൻ എന്ന് പറയും. അതോടുകൂടി ഒരു ആളുകൾക്കൊരു അങ്ങനെയാണല്ലോ, അയ്യേ ഇപ്പം നാടകം വെച്ചെടുക്കുക, ചെവി കൊടുക്കാൻ ഞാൻ മതി. അതേപോലെയാണ് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, അപ്പം എനിക്ക് സിനിമയൊന്നും ഇല്ല, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല അപ്പം സിനിമയൊന്നും ഇല്ല. ഞാൻ ചോദിച്ചു, എന്നും സിനിമ അഭിനയിക്കാൻ നാട്ടിലൊക്കെ വരണ്ടേ? 365 ദിവസം സിനിമ അഭിനയിച്ച് നിൽക്കുക? ഇല്ല, വേറെ കാര്യം പറയാൻ പറ്റും. കുറേ സിനിമ കുറഞ്ഞു കേട്ടോ, വല്ലാതെ സിനിമ കുറഞ്ഞു. ഒരു സസ്റ്റെയിൻ ഭയങ്കര പ്രശ്നമാണ്. ഇത് കാണുന്ന സംവിധായകർ നമ്മൾ വിളിക്കും,
അങ്ങനെ നമുക്ക് സിനിമ കൂടുതൽ കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ. എന്നാലും ഞാൻ സംതൃപ്തനാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഇതൊക്കെ സിനിമ തന്ന സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ഇതിപ്പോ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന സമയത്തും ഫാമിലിന്റെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫാമിലി സപ്പോർട്ട് ചെയ്യണ്ടേ? നമ്മളൊക്കെ സിനിമ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര സപ്പോർട്ടാട്ടോ. എല്ലാവരും വലിയ സപ്പോർട്ട് തന്നെയാണ്. നാടകം കളിക്കുന്നതിന് അങ്ങനെയാണ്. ഞാൻ നാടകം പഠിക്കാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിഞ്ഞൂടെ എന്താ നാടകം പഠിക്കുന്നതെന്നൊന്നും. നമ്മളതിൽ പോയി ഓനാടെ തൃശ്ശൂരാ പഠിക്കുന്നതെന്ന് മാത്രം അവർക്ക് അറിയാം. പോയി അതാക്കി പിന്നെയാണ് നാടകം. പിന്നെ ഇപ്പോൾ ഒരു പണിയില്ലാതെ കുറേ കാലം അങ്ങനെ അലഞ്ഞ് നടന്നിട്ടാണ് പിന്നെ ഇതിലൊരു കൈ നോക്കാം. അങ്ങനെയാണ് അന്നൊക്കെ. ആ സമയത്തൊക്കെ ഞങ്ങളെ സമയത്തൊക്കെ മധുമോഹൻ അന്ന് ആകെ ഒരു ചാനലേ ഉള്ളൂ, ദൂരദർശൻ. ദൂരദർശനിൽ 13 എപ്പിസോഡുള്ള സീരിയലുകൾ ഉണ്ടാവും. മധുമോഹനാണ് ഭൂരിഭാഗവും. പിന്നെ മെഗാ സീരിയൽ എന്ന് പറഞ്ഞൊരു സങ്കല്പം കൊണ്ടുവന്നത് മധുമോഹനാണ്. ശോകനാശിനി എന്നൊക്കെ പറഞ്ഞിട്ട് വംശം വേറെ ടീമാണ്, വയലാർ മാധവൻകുട്ടി, അങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാർ. അപ്പം അതിലൊക്കെ മലബാറുകാർക്ക് ഗംഭീരമായുള്ള പരിഗണന അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് പൊട്ടത്തരമായിക്കോട്ടെ, പക്ഷേ ആളുകളെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ അതിലും ഞാനും ഉണ്ട്. കുറേ സീരിയലിലൊക്കെ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ കുറേ സീരിയലിൽ അഭിനയിച്ചു. ലാസ്റ്റ് പളുങ്ക് എന്ന് പറഞ്ഞ സീരിയലാണ്. ആ സീരിയൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന വല്ലാത്തൊരു ഇമ്പാക്റ്റ്. ആണുങ്ങൾ പറയും അയ്യോ നമ്മൾ കാണില്ല കേട്ടോ, പെണ്ണുങ്ങൾ കാണും, ഓരോ ഒളിച്ചു നോക്കി കാണുക വേറെ കാര്യം. അങ്ങനെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു സീരിയൽ സ്ത്രീധനം എന്ന് പറഞ്ഞ സീരിയൽ, അതിൽ ഞാനൊരു പോലീസുകാരനാണ്, ശൂലപാണി. അത് കുറേ എപ്പിസോഡ് അങ്ങനെ പോയതാണ്. ഞാൻ മത്തി സുഗുനെ ഇങ്ങനെ ടോം ആൻഡ് ജെറി മാതിരി മത്തി സുഗുനായിട്ട് ഓടിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സീരിയലിൽ കൂടുതൽ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾ സീരിയലിലുള്ള ശൂരപാണിയല്ലേ? ശൂലപാണി അക്ഷരപാണി കൂടി അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഭയങ്കര ജാട പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? ആളുകൾ അംഗീകരിക്കും. അതെ. ഒരു കാലഘട്ടം ഇനിയും ഗംഭീരമായിട്ട് എല്ലാ കാലവും സിനിമയിലും നാടകത്തിലും നിലനിൽക്കണം തന്നെയാണ് നമ്മളൊരു ആഗ്രഹം. അതിന് സമ്മതിക്കുക എന്നുള്ള ആർക്കറിയില്ല. സമ്മതിച്ചാൽ അവർക്ക് നന്ന്. സിനിമയിൽ തന്നെ ഒരുപാട് നാടക നടന്മാര് ഉണ്ടല്ലോ, അപ്പൊ അവരായിട്ടൊക്കെ ഉള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു സംസാരിക്കുമ്പോഴും? എനിക്ക് സിനിമയിൽ ഇപ്പൊ കോഴിക്കോട് തന്നെയുള്ള നാടകക്കാർ സിനിമയിൽ പപ്പുവേട്ടനായാലും കുഞ്ഞാണ്ടിയേട്ടനായിട്ട് കുഞ്ഞാണ്ടിയേട്ടൻ ഞാനിവിടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുഞ്ഞാണ്ടിയേട്ടൻ, പപ്പുവേട്ടൻ, നെല്ലിക്കോട് വാസ് ഇവരൊക്കെ നാടകത്തിൽ നിന്നാണ്. അതേപോലെ തന്നെയാണ് തിലകൻ ചേട്ടൻ, മുരളിയേട്ടൻ, അങ്ങനെയൊക്കെയുള്ള നെടുമുടി വീണു. അപ്പോൾ ഇവരൊക്കെ അപ്പോൾ ഒന്നും വേണ്ട, കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ NN പിള്ള സാറിൻ്റെ മകനാണ്, ഒരു നാടകക്കാരാണ്. അപ്പോൾ അതിൽ ഓർക്കൊരു പ്രത്യേക എന്താ പറയുക, അപ്പോൾ കുട്ടേട്ടനൊക്കെ എപ്പം നോക്കിയാലും നാടകത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ തിലകൻ ചേട്ടന് നാടകം എന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ തിലകൻ ചേട്ടനായിട്ട് കുറേ സിനിമയിൽ ഞാൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നടക്കാതെ കുറച്ച് ഷൂട്ട് ചെയ്ത് പോയൊരു സിനിമ ഉണ്ട്, ലവചരിതം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു തട്ടിക്കൂട്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അയാൾ നിന്നും പോയി. അപ്പോൾ അതിൽ ഇങ്ങനെ ക്യാരക്ടറൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി ഇരിക്കുമ്പം തിലകൻ ചേട്ടൻ തിലകൻ ചേട്ടൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. തിലകൻ ചേട്ടൻ ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്ത് നമ്മളെയും കൂടി പഠിപ്പിക്കും. നീ അത് അങ്ങനെ ചെയ്തു നോക്ക്, ഇങ്ങനെ ചെയ്തു നോക്കുക, അതിൻ്റെ ഒരു മോഡുലേഷൻ ഈ രീതിയിലല്ല ഡയലോഗ് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പഠിപ്പിച്ചു തരും. പക്ഷെ ചിലപ്പോഴത് നമുക്ക് പാരയായിട്ട് മാറും. നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ അതങ്ങനെ ഇതാവും. അതേപോലെ മുരളിച്ചേട്ടന് എൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ദുർഗ എന്ന് പറഞ്ഞ സീരിയലിലാണ് ഫസ്റ്റ് ഞാൻ മുരളിയേട്ടൻ അഭിനയിക്കുന്നത്. പിന്നെ സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല മുരളിയേട്ടൻ്റെ കൂടെ. അപ്പോഴേ മുരളിയേട്ടൻ ഞാനൊക്കെ വന്നതിൻ്റെ മുമ്പ് തന്നെ മൂപ്പര് മരിച്ചിട്ടുണ്ട് തോന്നുന്നു. മരിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ സീരിയൽ ഞാൻ അഭിനയിച്ചു, ദുർഗ എന്ന് പറഞ്ഞ സീരിയലിൽ. അപ്പോൾ മുരളിയേട്ടനൊക്കെ
അവർക്കൊക്കെ നാടകം തന്നിരിക്കുക, എന്നാലും ഒരു പക്കാ നാടകക്കാരായിട്ട് തോന്നുകയില്ല. അങ്ങനത്തെ അഭിനയോ നാടകം അല്ല തന്നൊരു സിനിമയിൽ. കരുത്തുണ്ട് അവർക്ക്, ക്യാരക്ടറൈസേഷൻ, അവരൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അങ്ങനെ അതൊക്കെ നമുക്ക് നോക്കി പഠിക്കാവുന്ന ഒരു സാധനങ്ങളാണ്. ഇപ്പോൾ മുരളിയേട്ടൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ കാണാക്കിനാവ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അതിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ്, അതേപോലെ ആധാരം എന്ന് പറഞ്ഞ സിനിമയിലുള്ള അങ്ങനെയൊക്കെ ഉള്ള പുള്ളിയുടെ കുറച്ച് റഫായിട്ടുള്ള, അതേപോലെയാണ് മറ്റേ അമരത്തിലെ കഥാപാത്രം, അതൊക്കെ അവര് അതേപോലെ തന്നെ തിലകൻ ചേട്ടൻ ക്യാരക്ടർ അവരെ മോൾഡ് ചെയ്ത് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവരെ വളരെ സഹായിച്ചിട്ടുള്ള അവരുടെ ഒരു നാടക എക്സ്പീരിയൻസ്. ഇപ്പോഴ് എന്നെയും ഒരുപാട് നാടകത്തിലെ എക്സ്പീരിയൻസ് സഹായിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഒരുപാട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അഹങ്കാരം പറയില്ല കേട്ടോ, ഒരുപാട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു 2 പ്രാവശ്യം ഡയലോഗ് വായിക്കുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ മോഡുലേഷനും ഒക്കെ ഏകദേശം പിടുത്തം കിട്ടും. അത് നാടകം തന്നിട്ടുള്ള വലിയൊരു ടാലന്റാണ്. അപ്പം അങ്ങനെ കുറേ എന്നാൽ പക്കാ നാടകക്കാരായി പോയിട്ടുള്ള സിനിമ നടന്മാരുണ്ട്, നാടകം മാറാതെ അവസാന കാലം വരെ. പണ്ടുള്ള നമ്മൾ ഒന്നുമില്ല, നമ്മൾ പഴയ സിനിമയും ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ ആക്കിയാൽ തന്നെ നമ്മളുടെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് പോകും. മറ്റേ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് പെണ്ണുങ്ങളൊക്കെ അഭിനയിക്കുന്ന ഒരു സംഭവത്തിൽ ഞാൻ കള്ളിയല്ല, അങ്ങനെ കളിയാക്കല്ല കേട്ടോ, പക്ഷെ അങ്ങനെ വന്നിട്ടുള്ള മറ്റേതിലൊക്കെ ഭയങ്കരമായിട്ട് ബലം പിടിച്ചിട്ടുള്ള ഒരു, പക്ഷെ എപ്പോഴും അങ്ങനെയല്ല, അഭിനയിക്കാനേ പാടില്ല എന്നാ പറയുമ്പോൾ. കാരണം ചേട്ടാ റേഞ്ച് മാറിപ്പോണ്ട് കേട്ടോ, ഒന്ന് കുറച്ചാളെന്ന് പറയും. അപ്പൊ അങ്ങനെ മാറി. പണ്ടുള്ളത് ഡയറക്റ്റായിട്ട് നാടകം തന്നെ സിനിമയാക്കി ഷൂട്ട് ചെയ്ത് ചെയ്യാന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അതല്ല, അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം അങ്ങനെ നിന്നാലേ സിനിമ വിജയിക്കുള്ളൂ എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വെറൈറ്റി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് 4 ദിവസത്തെ റീജിയണൽ IFFK നടന്നു. അതിൽ ഒരുപാട് സിനിമകൾ കണ്ടു, ഗംഭീര സിനിമകൾ. അതിൽ ആക്ടേഴ്സിൻ്റെയൊക്കെ ചില സ്ത്രീകൾ ആക്ടേഴ്സ്, അവരൊക്കെ നമ്മൾ എന്താണ് അവരുടെ ഒരു ക്യാരക്ടറൈസേഷൻ, അത് പോയിട്ട് ഇങ്ങനെ ആ ഒരു ക്യാരക്ടറിലേക്ക് ആ ഒരു ഡെപ്ത്. അപ്പം അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ കുറേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ആ ക്യാരക്ടറിന് സമീപിക്കുന്നത് വളരെ നാച്ചുറലിസ്റ്റിക്കാണ്. അതിൽ ഒരു ലേഡി വിത്ത് എ നീഡിൽ നെറ്റം പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ആ ഒരു ക്യാരക്ടറുണ്ട്. ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകളും, വേറൊരു സ്ത്രീ കുറേ കുട്ടികളെ കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ആ സ്ത്രീയുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്. അതേപോലെ സ്റ്റിൽ ഐ ആം ഹിയർ എന്ന് പറഞ്ഞൊരു ഇറാനിയൻ സിനിമ, അതിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സിനിമയൊക്കെ പറയുന്ന രീതിയും അതേപോലെ തന്നെ അതിലെ ആക്ടേഴ്സിനെ അവർ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ 5-6 കൊല്ലെടുത്തിട്ട് ഒരു സിനിമയിൽ നിന്ന് നമ്മളിവിടെ അടുത്ത സിനിമക്കൊക്കെ ഏതാ ആ സ്ക്രിപ്റ്റൊക്കെ അന്ന് രാത്രിയൊക്കെയാണ് കാണുന്നത്. നടൻ ഒരു മെയിൻ നടനായാലും അയാൾ അന്ന് പിറ്റേന്ന് സിനിമ തുടങ്ങും, അന്ന് രാത്രി ആയിരിക്കും പക്ഷേ അയാളത് അപ്പം നമ്മളിങ്ങനെ ചുട്ടെടുക്കുകയാണ്. മറ്റേതല്ല, മറ്റേത് വളരെ സമയമെടുത്ത് 5-6 കൊല്ലം സ്ക്രിപ്റ്റ് പഠിച്ച് ആ സ്ക്രിപ്റ്റിൻ്റെ എല്ലാം. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ സ്ക്രിപ്റ്റ് ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. സ്ക്രിപ്റ്റ് ഡോക്ടേഴ്സ് പറഞ്ഞാൽ നമുക്കൊരു സ്ക്രിപ്റ്റ് അവിടെ സബ്മിറ്റ് ചെയ്യാം, അവരതിൻ്റെ മേധസ് മുഴുവൻ എന്താണോ സിനിമയ്ക്ക് ആവശ്യമുള്ള അല്ലാത്ത എല്ലാ മേധസ്സും കട്ട് ചെയ്തിട്ട് തരാൻ സ്ക്രിപ്റ്റ് ഡോക്ടേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ്. അനാവശ്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മളെ അങ്ങനെയല്ല, നമ്മൾ ചുറ്റും ഇങ്ങനെ കാടട്ടക്കി വെടിവെക്കുക എന്നറിയില്ലേ, അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ അല്ലാത്ത സിനിമകളുണ്ട് വളരെ സിനിമ. ഞാനതിൽ മലയാളത്തിൽ കണ്ടൊരു സിനിമ ഫെമിനിച്ചി ഫാത്തിമ പറഞ്ഞൊരു സിനിമ ഉണ്ട്. എന്താണ് ആ സിനിമ? ഫെമിനിസം പറയാനുമ്പോൾ അങ്ങനെ മുദ്രാവാക്യം വിളിക്കൊന്നും വേണ്ട, ആ ഒരു ഇതിലൂടെ വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ ഒരു ഫെമിനിസം, ആ വ്യവസ്ഥിതിക്കെതിരെ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ. എന്നാൽ ഓരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഭർത്താവിന് തല്ലിയിട്ടൊന്നും അല്ല ഫെമിനിസ്റ്റ് ആകുന്നത്. അവരുടെ പ്രൊട്ടസ്റ്റ് ഉണ്ട് ചില കാര്യങ്ങളിൽ അവരുടെ ഇതിനെതിരെ. അയാൾ അന്തം വിട്ടു പോവാണ്. അവസാനം അയാൾ ചോദിക്കുക, ഈ ഫെമിനിസ്റ്റ് ആണോ? ആന്നാണ്. നമ്മളൊരു ഫെമിനിസം എന്താണ്, നമ്മൾ ഭർത്താക്കന്മാരെ അല്ലെ ആണുങ്ങൾക്കെതിരെ സമരം ചെയ്യാന്നുള്ളത് മാത്രമായി പോകുന്നു. അപ്പോൾ അങ്ങനെ വേൾഡ് സിനിമകൾ കാണുമ്പോഴും നമുക്കതിൽ നിന്നൊക്കെ ഒരുപാട് പ്രചോദനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് റിസോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്.
ആ ഫിലിം ഫെസ്റ്റിവൽ ആ രീതിയിൽ വളരെ ഗുണപരമായ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒരു സിനിമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു നടൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്, അവരൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചിലവഴിച്ച വിജയൻ കാരന്തൂർ സർ, ഒരുപാട് നന്ദിയുണ്ട്. ഈ മൂവി ഗാലറി എന്ന ചാനലിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് തന്നതിന് വളരെയധികം സന്തോഷം. താങ്ക് യു. ഈ മൂവി ഗാലറി ഞാൻ ഇടയ്ക്കൊക്കെ കാണുന്ന കുറേ ഇൻ്റർവ്യൂസൊക്കെ അതിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ്. കാരണം ഗോസിപ്പുകളിലല്ല, ശരിക്കും റിയലായിട്ട് ഒരു സിനിമയിലെ വിശേഷങ്ങളും അതേപോലെ ആക്ടേഴ്സിൻ്റെ അവരുടെ ഒരു വിഷനും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയൊരു ചാനൽ എന്നുള്ള രീതിയിൽ മൂവി ഗാലറി വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കിടുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ.